സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർത്തു ദാനമക്കളെ ദാതാവിനേകുവാൻ കരുതി വളർത്താം വിശുദ്ധ വീതി സ്വർഗത്തിലേക്കുള്ള വീതി. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരുനാളം തെളിയുന്ന നേരം. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക. ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, A family's journey to holiness. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പരസ്പരം ചെവി കൊടുക്കുന്ന ദമ്പതികൾ. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദമ്പതികളുമാരെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മാർട്ടിൻ ചേട്ടനും ലിൻ ചേച്ചിയാണ്. മാർട്ടിൻ ചേട്ടൻ ഇന്റീരിയർ ഫർണിഷിംഗ് വർക്ക്സിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒപ്പം ശുശ്രൂഷ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ചേട്ടൻ്റെ ശുശ്രൂഷ മേഖലകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? 18-ാം വയസ്സിൽ ഡിവൈനിൽ ഒരു ധ്യാനം കൂടിയതിന് ശേഷം അന്ന് മതബോധന വിഭാഗത്തിൽ ടീച്ചറായി ജോയിൻ ചെയ്തു. പിന്നീട് ജീസസ് യൂത്തിലൂടെയും മറ്റ് അനാഥരായ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു മിനിസ്ട്രി, ബൈബിൾ അപ്പോസ്റ്റലേറ്റ്, അങ്ങനെ പ്രോ ലൈഫ് പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ ശുശ്രൂഷകളിലൂടെ കരിസ്മാറ്റിക് റിന്യൂവൽ സർവീസിൽ തന്നെ അങ്ങനെ വിവിധ ശുശ്രൂഷകളിലായിരുന്നു കഴിഞ്ഞു പോയ കുറേ നാളുകളോളം. ഇപ്പോൾ നിലവിൽ KCBC പ്രോ ലൈഫ് സമിതിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ്. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങൾ കുടുംബം ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞ 7 വർഷം മുമ്പായിരുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിത ശുശ്രൂഷയാണ് കേരളത്തിലെ പലയിടങ്ങളിലെ ധ്യാനങ്ങളായും ക്ലാസ്സുകളായും, പിന്നെ മാർപ്പാപ്പന്മാരുടെ കീഴിലുള്ള ആഗോള മരിയൻ പ്രസ്ഥാനമായ റോസറി കോൺഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന പരിശുദ്ധ ജപമാല സഹോദര സഖ്യത്തിൻ്റെ കേരളത്തിലെ ഡെലിഗേറ്റായിട്ട് അത് എല്ലാ രൂപതകളിലും റോസറി കോൺഫ്രട്ടേണിറ്റിയുടെ പ്രചാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ലിനറ്റും ഉണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച് അവിടെ എറണാകുളം ബസിലിക്ക, വല്ലാർപാടം ബസിലിക്ക തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി. ഒന്ന് മക്കളെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാവോ? ഞങ്ങൾക്ക് 8 മക്കളാണുള്ളത്. ലിനറ്റ് പറയും. മൂത്താള് പെൺകുട്ടിയാണ്, ഗ്രേസ് അനീറ്റ, ഡിപ്ലോമ കോഴ്സിന് 2nd ഇയറാണ്. രണ്ടാമത്തെ ആൾ ജോസഫ് ആഷ്ലിൻ 10th, മൂന്നാമത്തെ ആൾ ആൽഫ്രഡ് 9th, നാലാമത്തെ ആൾ മൈക്കിൾ ആർദർ 5th, അഞ്ചാമത്തെ ആൾ അൽഫോൻസ ഹെലൻ 3rd സ്റ്റാൻഡേർഡിൽ, എൻ്റെ ഇളയാൾ ജോൺ എഫ്രേം 1st സ്റ്റാൻഡേർഡ്, പിന്നെ 1.5 വയസ്സുകാരൻ ജോൺ മാരിയോ, 3 മാസമുള്ള കുഞ്ഞ് മറിയം മാർസലസ്. 8 മക്കള്, 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഓക്കെ, നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് നമുക്ക് നേരെ കടക്കാം. ശരിക്കും ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ന്യൂലി വെഡഡ് കപ്പിൾസ്, ഞങ്ങൾക്കും കൂടെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പരസ്പരം എങ്ങനെ ചെവി കൊടുക്കുക. അല്ലെങ്കിൽ ഒട്ടുമിക്ക ഭാര്യമാർക്ക് ഒരു പരാതിയാണ്, കേൾക്കുന്നില്ല, ഭർത്താവ് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ചേട്ടൻ ഇത്രയും പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോ ശരിക്കും ചേച്ചി എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത്, അല്ലെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്? ഒന്ന് ഞങ്ങളുമായി പങ്കുവെക്കാമോ? ഞങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ, പ്രത്യേകിച്ച് ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കൂടുതലായിട്ട്, കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നെങ്കിലും യുവജനങ്ങൾ എന്നുള്ള തലത്തിൽ ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾക്ക് ആ നാളുകളിൽ തന്നെ കിട്ടേണ്ട ഈ മേഖലയിലുള്ളൊരു കുറച്ച് വിവരങ്ങൾ ഒരു പ്രീകാന കോഴ്സിൽ കൂടി കിട്ടുന്നതിനേക്കാൾ അപ്പുറം കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതിനേക്കാൾ അപ്പുറം നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ അനേകം എൻ്റെ
പപ്പായുടെ ഫാമിലി അവർ 8 മക്കളാണ്, മമ്മിയുടെ ഫാമിലിയിലും അങ്ങനെ തന്നെ. അപ്പോൾ അനേകം ദമ്പതികളെ നമ്മൾ ജീവിതത്തിൽ പച്ചയായിട്ട് കണ്ട് അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തന്നെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ പോരായ്മ എൻ്റെ വിവാഹ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലും നല്ലത് ഉൾക്കൊള്ളാനും പാടില്ലെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും പ്രത്യേകമായിട്ട് ശുശ്രൂഷയിലായിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളൊരു തലം ഉള്ളതുകൊണ്ട് തീർച്ചയായും നല്ലൊരു ദാമ്പത്യത്തിന് കമ്മ്യൂണിക്കേഷൻ ഒന്നാമതായി അത് ദൈവത്തോടുള്ള, കാരണം നമ്മളെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ 3 പേര് വിവാഹം കഴിക്കുന്നു എന്ന് പറയണു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നും ഇന്നും അന്ന് അത്രയും ബോധ്യമില്ലെങ്കിൽ പോലും ഇന്നിപ്പോൾ ആ ഒരു 18 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് ആ ബോധ്യത്തിൽ നിന്ന് ഒരു കാര്യം പങ്കാളി ഇങ്ങോട്ട് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അവിടുന്ന് ദേവാലയത്തിൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയിലേക്കോ അല്ലെങ്കിൽ നടയിലിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയ ഫോട്ടോയിലേക്കോ അല്ലെങ്കിൽ മാതാവിന് പ്രത്യേകം നടയുണ്ട്, ആ മാതാവിൻ്റെ നടയിലേക്കോ കൊടുത്തിട്ട് അവിടെ നിന്ന് കേൾക്കുന്ന, അപ്പോൾ അതിലുള്ള ദൈവസ്വരവും മനുഷ്യൻ്റെ സ്വരവും വേർതിരിച്ചറിഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പോളിസി ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവൻ, 1-ാം സ്ഥാനം ദൈവവും, 2-ാം സ്ഥാനം ജീവിത പങ്കാളി, 3-ാം സ്ഥാനം മക്കൾ, 4-ാം സ്ഥാനത്ത് അങ്ങനെ ഇതിനേക്കാളപ്പുറം 1-ാം സ്ഥാനത്ത് ദൈവമാണെങ്കിൽ 2-ാം സ്ഥാനത്ത് ദൈവം തന്ന ജീവിത പങ്കാളി, 3-ാം സ്ഥാനത്ത് ദൈവം തന്ന മക്കൾ, ദൈവം തന്ന ജോലി, ദൈവം തന്ന മാതാപിതാക്കൾ, അങ്ങനെ കരുതുന്നത് കൊണ്ട് ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുണ്ട്. അത് പുള്ളിക്കാരി ലിനറ്റ് തന്നെ പറയും. അതുകൊണ്ട് ഇന്ന് വരെ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൻ്റെതായ പ്രഷറിൽ ശുശ്രൂഷാബന്ധമായിട്ട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് 8 തവണയും പ്രഗ്നൻസിയുടെ പീരീഡ്, ഡെലിവറി, അതിനുശേഷമുള്ള ആ ഒരു പീരീഡൊക്കെ വളരെ പലപ്പോഴും ഈ പറയുന്നത് പോലെ കൃത്യമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പക്ഷേ ദൈവത്തോടുള്ള ബന്ധം സ്മൂത്തായിരിക്കുമ്പോൾ പലപ്പോഴും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു നോട്ടം കൊണ്ട് പോലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ രണ്ടുപേർക്കും സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമല്ലോ. യൂഷ്വലി നമ്മൾ ഭാര്യമാർക്കാണ് ഒരു പരാതി കൂടുതൽ, മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല, പരാതി കൂടുതൽ നമ്മുടെ സൈഡാണ്. ചേച്ചിക്ക് അങ്ങനെയാണോ അതോ എങ്ങനെയാണ്? കേൾക്കുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചേട്ടനൊക്കെ? തുടക്കത്തിൽ എനിക്ക് ആ ഒരു പരാതി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് ഞാനത് കർത്താവിൻ്റെ കൈ കൊടുക്കും. കർത്താവിൻ്റെ കൈ കൊടുത്തിട്ടാണ് പിന്നീട് ഭർത്താവിനോട് പറയുന്നത്. പിന്നെ എത്ര രാത്രി മാറ്റം പൊതുവെ ശുശ്രൂഷകൾ കഴിഞ്ഞ് മിക്കവാറും കുറേ ലേറ്റായിട്ടൊക്കെ വരാറുണ്ട്. എത്ര ലേറ്റ് ആണെങ്കിലും ഉറങ്ങാതെ കാത്തിരിക്കും. പിന്നെ എന്നിട്ട് സമയം തരാറുണ്ട്, പറയുന്നത് കേൾക്കാറുമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയിപ്പിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് 100% സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ പോലും ഞാൻ മാറ്റം പറയണ അനുസരിക്കും. അങ്ങനെ ഒരു ശീലം എനിക്കുള്ളത്. പക്ഷേ അത് എന്നും ഞാൻ കണ്ടിട്ടുള്ളത് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് അതെനിക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ കർത്താവ് അത് പരിപാലിച്ച് തന്നിട്ടുണ്ട്. അനുസരണത്തിലൂടെ എനിക്കത് കംഫർട്ടായി ഫീൽ ചെയ്തിട്ടുണ്ട് പലതും. ഇവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണോ അത്രയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ശ്രവിക്കാനും ആ പരാതിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇറേസ്ഡ് ആയി പോയിക്കോളും. അപ്പൊ ഇവരുടെ വാക്ക് പോലും ഉപയോഗിക്കാതെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതെ, വളരെ ഒരു കാര്യമുള്ളത്. നമ്മൾ പലപ്പോഴും ഇത് ജനറലായിട്ട് ഇപ്പം ഇങ്ങനെ പറയുമ്പോഴും ഇപ്പം നമ്മളെ കേൾക്കുന്നവർ തന്നെ സാധാരണ ഒരു നവദമ്പതികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടേതായ സ്ത്രീ സഹജമായ കാര്യങ്ങൾ സ്ത്രീക്കുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അവിടെ സ്വന്തം വീടും സ്വന്തം എല്ലാവരെയും വിട്ട് ഒരുവൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭർത്താവിനെ മാത്രം കണക്കാക്കിക്കൊണ്ട് ആ ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് അവിടെ തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞത് ഭർത്താവ് ആ രാത്രി ബെഡ്റൂമിൽ വെച്ചെങ്കിലും അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക. അത് എത്രയൊക്കെ നമ്മൾ ദൈവം എന്ന് പറഞ്ഞാലും പ്രായോഗികമായിട്ട് കേൾക്കണം. ഇപ്പോൾ 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പരാതികളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് കേൾക്കുക എന്നുള്ളതാണ്. അതിന് ഒരു സൊല്യൂഷനല്ല, കേൾക്കാൻ തയ്യാറാകണം. അവിടെ ഏക മകളെ വളർത്തുന്ന മാതാപിതാക്കളുടെ ഒരു മനോഭാവം ഒരു ഭർത്താവിനുണ്ടെങ്കിൽ ആ ഏക മകൾക്ക് ഒരു അറിയാമല്ലോ, ഒറ്റ മകളായിട്ട് അതേ ഒരു പരിഗണന ഭാര്യ നവദമ്പതികളായിരിക്കുമ്പോൾ മാത്രമല്ല അങ്ങേറ്റം മരിക്കുന്നത് വരെ ഒരു ഭാര്യ പലപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിൽ നിന്ന്. ഭർത്താവ് തിരിച്ചും ഭർത്താവ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ന്യൂ ഇൻഫർമേഷൻ. ഭർത്താവ് തിരിച്ചും ഭാര്യയിൽ നിന്ന് ഭർത്താവ് തിരിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മൂത്ത മകൻ എന്നുള്ള പരിഗണന എനിക്ക്.
5 മക്കളായാലും 8 മക്കളായാലും വീട്ടിലുണ്ടെങ്കിലും ഒന്നാമത്തെ മകൻ ഞാനെന്ന് തലത്തിൽ എന്നെ പരിഗണിക്കുന്ന ഭാര്യയെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കഴിഞ്ഞ് ഭർത്താവിന് അതോടുകൂടി സാറ്റിസ്ഫൈഡ് ആണ്. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അവിടെ നടക്കണം. ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലം ജനറലായിട്ടൊരു ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊതുവെ ഉള്ളതാണ്. ഇവരുടെ ജീവിതം കാണുമ്പോൾ ഇന്ന് 8 മക്കള് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണെങ്കിലും ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും അപ്പുറത്തെ സെറ്റില് ഒരു ഗസ്റ്റിനെ റെഡിയാക്കി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ എന്താണ് അവർക്ക് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു ടോജിൻ ആൻഡ് മീനു. ഹായ് ടോജിൻ. ഹായ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഷിജു ചേട്ടനാണ്. ചേട്ടൻ ഹോളി ഹോം മിനിസ്ട്രിയുടെ ചെയർമാനാണ്. അപ്പം എടുത്തു പറയേണ്ട കാര്യം, ഒരു ഫുൾ ടൈം സുവിശേഷ പ്രഘോഷകനാണ്. അവിടെ ചേട്ടൻ കൊച്ചു കുട്ടികളെ നഴ്സറി തൊട്ടങ്ങ് മുകളിലോട്ടുള്ള എല്ലാ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് നൈസൽ. ചേട്ടൻ 5 മക്കളാണ്. ചേട്ടാ വിശുദ്ധവേദിയിലേക്ക് സ്വാഗതം. ചേട്ടാ, നമ്മുടെ വിഷയം ഇതാണ്, അതായത് ദമ്പതികൾ പരസ്പരം ചെവി കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഒന്നും പങ്കുവെക്കാമോ? നമ്മൾ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പരസ്പരം പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. ഭർത്താവ് ഭാര്യയെ കേൾക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ കേൾക്കുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഫ്രാൻസിസ് പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. വളരെ മനോഹരമായ ഒരു ലേഖനമാണ്. കുടുംബങ്ങളെല്ലാം പല ആവർത്തി വായിക്കേണ്ട ഒരു ലേഖനവുമാണ്. അതിൽ ഇനി വായിച്ചിട്ടില്ല. അതിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, സ്നേഹമുള്ള ആളുകൾ പരസ്പരം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ പറയുന്നത് മുഴുവൻ മനസ്സിലാകും എന്നാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നല്ല സ്നേഹമുള്ള സമയത്താണെങ്കിൽ മുഴുവൻ കാര്യം പറയേണ്ട കാര്യമില്ല. തുടങ്ങുമ്പോൾ മറ്റേയാൾ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ മനസ്സിലാവും. അതാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ശ്രവിക്കലിൻ്റെ ആദ്യത്തെ പാർട്ട് സ്നേഹമെന്ന് പറയുന്നതായിരിക്കും. ദൈവമാണെങ്കിലും നമ്മൾ പറയുന്നതെല്ലാം ശ്രവിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണല്ലോ നമ്മുടെ ഉത്തമമായ വിശ്വാസം. അങ്ങനെ ശ്രവിക്കാനാകുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ സാധാരണക്കാരായ പാപികളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം കേൾക്കുന്നത് എങ്ങനെയാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രവിക്കൽ ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാത് അവരിലേക്ക് ശ്രദ്ധിക്കും. ഫ്രാൻസിസ് പാപ്പ ആ അപ്പസ്തോലിക ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, മറ്റൊരാളെ കാണുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളോടെ വേണമെന്ന്. അതിൻ്റെ അർത്ഥം മറ്റൊരാളെ കേൾക്കുന്നത് ക്രിസ്തുവിൻ്റെ കാതുകളോടെ വേണമെന്നാണ്. അപ്പം ഒരുപക്ഷെ ഏറ്റവും അധികം നമ്മൾ ക്രിസ്തുവിനെ കേൾക്കുന്നത് ജീവിത പങ്കാളിയിലൂടെ ആയിരിക്കും, മക്കളിലൂടെ ആയിരിക്കണം. അപ്പം അങ്ങനെ അവരെ കേൾക്കാനാകണമെങ്കിൽ അതിൽ നമ്മുടെ ഉള്ളിലൊരു സ്നേഹം നിറഞ്ഞ് വളരുമ്പോഴാണ് നമുക്ക് അവരെ ശ്രവിക്കാനായിട്ട് പറ്റുക. ഇല്ലെങ്കിൽ അവരുടെ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം ഹൃദയത്തിൻ്റെ ഒരു താളമാണ് കാതിൽ മുഴങ്ങി കേൾക്കുന്നത് എന്നാണ് വേദപുസ്തകം എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ ശ്രവിച്ച മനുഷ്യരെല്ലാം ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ജെറമ്യാ പ്രവാചകൻ്റെ എടുത്താലും യേശയ്യാ പ്രവാചകൻ്റെ എടുത്താലും എന്തേരം കഷ്ടപ്പാടിലൂടെ അവർ പോയി, എങ്കിലും ദൈവം പറയുന്നത് അവർ കേട്ടു, ഇട്ടിട്ട് പോയില്ലല്ലോ. അപ്പസ്തോലന്മാരും അങ്ങനെ തന്നെ, വിശുദ്ധരായ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ. അപ്പം ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവുകയാണ് ശ്രവിക്കാനുള്ള ആദ്യത്തെ മാർഗം. വെറുതെ പറയുന്നത് കേൾക്കലല്ല, ആ കേൾക്കുന്നതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സ്നേഹമെന്ന പുണ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറച്ച് അല്ലെങ്കിൽ ഭാര്യമാർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ഭർത്താക്കന്മാർക്ക് നേരമില്ല, നമ്മളെ കേൾക്കാൻ നേരമില്ല, ഒട്ടും ഒരു സമയം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് എന്താ ഒരു ചിലപ്പോഴെങ്കിലും അത് സ്ത്രീകളെ സംബന്ധിച്ച് അവർ പറയുന്നത്, നമ്മൾ ആണുങ്ങൾ പറയുന്നത് ഒരു 2 വാക്കാണെങ്കിൽ അവർ 10 വാക്കായിരിക്കും. അപ്പം ശരിയാണ്, സപ്പോർട്ടാണ്. അപ്പം നമ്മൾ അവർ 2 വാക്ക് പറയുമ്പോഴേ നമ്മളത് കേട്ടിട്ട് നമ്മളങ്ങ് പോകുന്നു. അത് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കുമോ? ഒരുപക്ഷെ കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ട് നമുക്ക് മുഴുവൻ കേൾക്കുന്നതിലല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളെ കേൾക്കുന്നതിലല്ല. നമുക്ക് ഈ കൗൺസിലിംഗ്, സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ നമുക്കറിയാമല്ലോ. ഒരുപാട് കേൾക്കണം, പക്ഷേ കേൾക്കുന്നതിൻ്റെ ഉള്ളിൽ ആളെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നായിരിക്കാനാണ് സാധ്യത. അവർ പറയുന്ന അർത്ഥത്തിൽ ആ ഭാഷയിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും അത്
മനസ്സിലാകുന്നില്ല. എൻ്റെ കുടുംബജീവിതത്തിലും ഭാര്യ പലപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അവർ പറയുന്ന ഭാഷ അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ടാകണം അവർ പറയുന്നത് എന്നെ കേൾക്കുന്നില്ല, അതായത് നമ്മളൊട്ടും കേൾക്കുന്നില്ല എന്ന അർത്ഥത്തിലാകാൻ സാധ്യതയില്ല. ഇത് തന്നെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോഴും മക്കളും പറയാറുള്ള കാര്യം അപ്പനും അമ്മയ്ക്കും എന്നെ കേൾക്കാൻ സമയമില്ലെന്നാണ്. നമ്മളവരെ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ഒരു കുഞ്ഞ് അമ്മയെ കേൾക്കുന്നത് സാവധാനമാണ്. അപ്പോൾ സാവധാനം ഓരോ വർഷവും ഓരോ ദിവസം കഴിയുമ്പോൾ അമ്മയുടെ ടോണ് കുഞ്ഞിന് മനസ്സിലാകുന്നു. അത് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണോ വിളിച്ചത്, അതോ അമ്മയ്ക്ക് സന്തോഷം വന്നിട്ടാണോ വിളിച്ചത്, അതോ അമ്മയുടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണോ വിളിച്ചത്, അത് കുഞ്ഞ് സാവധാനമാണല്ലോ മനസ്സിലാക്കുക. ഇങ്ങനെ തന്നെയാണ് അമ്മയും മനസ്സിലാക്കുന്നത്. കുഞ്ഞ് കരയുമ്പോൾ അത് എന്തിനു കരഞ്ഞു, കുഞ്ഞിൻ്റെ സ്വരം അമ്മയ്ക്ക് എപ്പോഴും അമ്മയെന്ന് വിളിക്കുന്ന ഒറ്റ വാക്കിലല്ല, അതിൻ്റെ താളത്തിലും അതിൻ്റെ അർത്ഥത്തിലും അമ്മയ്ക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമുക്ക് ഈ വ്യത്യാസത്തിൽ നമുക്ക് വളരാൻ നമുക്ക് പെട്ടെന്നാവുന്നില്ല. സാവധാനമാണ് ഈ കുഞ്ഞ് ഇത് കേട്ട് വളരുന്നത് പോലെ. കാരണം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് കേൾക്കുന്ന പോലെയല്ല അവൻ 10ലെത്തുമ്പോൾ അമ്മയെ കേൾക്കുന്നത്. വളരെ വ്യത്യാസമുണ്ട്. അതുപോലെയല്ല അവൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അമ്മയെ കേൾക്കുന്നത്. അതുപോലെയല്ല അവൻ 60 വയസ്സുള്ളപ്പോൾ അവൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവൻ കേൾക്കുന്നത്. വ്യത്യാസമുണ്ട്, പക്ഷെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഈ കേൾവി. അത് സ്നേഹത്തിൽ നിന്ന് ആഴമായ ഒരു ആന്തരികതയിൽ നിന്നായിരിക്കണം കേൾക്കാനായിട്ട് ആവുക എന്ന്. ഈശോ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അന്ധനായ മനുഷ്യനെ ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു നിൻ്റെ സ്വരമൊന്നും കേൾക്കില്ല, കാരണം അതിൽ സ്വരമുണ്ട്, പക്ഷേ ക്രിസ്തു കേട്ടില്ലേ. ആ സ്വരത്തിനിടയിൽ വേദനയുടെ സ്വരം ക്രിസ്തു മനസ്സിലാക്കി. അപ്പം ബഹളമല്ല സ്വരം എന്ന് പറയുന്നത്, ആളിൻ്റെ ഹൃദയമാണ്. ഇത് തന്നെയാണ് രക്തസ്രാവകാരിയുടെ സ്ത്രീയും. അവൾ വാക്കൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ ആഗ്രഹം മുഴുവൻ പോയി കണ്ട് സംസാരിച്ച് സുഖപ്പെടണമെന്നായിരുന്നിരിക്കുക. പറ്റിയില്ല, അടുത്തെത്താൻ പറ്റിയില്ല. അപ്പം വസ്ത്രത്തിൽ തൊട്ടു, പക്ഷേ അവളുടെ ഉള്ളു സംസാരിച്ചല്ലോ, ഉള്ളു വർത്തമാനം പറഞ്ഞല്ലോ. ഇതാര് മനസ്സിലാക്കി? ഈശോ കേട്ടു. അവളുടെ ഉള്ളു പറഞ്ഞത് ഈശോ കേട്ടു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ നിശബ്ദതയിൽ പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളു പറയുന്നത്, ഭർത്താവിൻ്റെ ഉള്ളു പറയുന്നത്, ഭാര്യയുടെ ഉള്ളു പറയുന്നത് പരസ്പരം കേൾക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ക്രിസ്തു കേട്ടത് സ്നേഹമുള്ളതുകൊണ്ടാണ്. നമുക്ക് പറ്റാതെ വരുന്നത് ഒരു പക്ഷേ ഈ സ്നേഹത്തിൽ അങ്ങ് വളരുന്നുണ്ട് നമ്മൾ, പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുമ്പോഴാണ് ആഴമായ അർത്ഥത്തിൽ നമുക്ക് കേൾക്കാനാവുക. ഓക്കെ, അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ കുറച്ചുകൂടെ ഒന്നൊക്കെ ആ ഒരു സ്നേഹത്തിൽ ആഴപ്പെട്ട് പറഞ്ഞ പോലെ പരസ്പരം ഒന്ന് കേൾക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം താങ്ക് യു ചേട്ടാ. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു തോജൻ മീനു. ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഒരു ചേർച്ചിൻ്റെ ആംഗിളിൽ നിന്ന് എന്താ നമ്മളോട് പറയാനുള്ളതെന്ന്, ജെർണച്ചൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഓവർ ടു ഫിലിപ്പൈൻ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം കേൾക്കുന്ന ദമ്പതികൾ, ദ ആർട്ട് ഓഫ് ലിസണിങ്. പ്രിയപ്പെട്ടവരെ, സംസാരിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുക. കേൾക്കുക എന്നുള്ളത് എക്സ്ട്രാ ഓർഡിനറി എഫേർട്ടാണ്. ആർട്ട് ഓഫ് ലിസണിങ്, ആർട്ട് ഓഫ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പല കോഴ്സുകളൊക്കെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അല്ലാതെയൊക്കെ ആർട്ട് ഓഫ് ലിസണിങ് നെവർ. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട, കുടുംബത്തിലെ ഏറ്റവും ആദ്യം പഠിക്കേണ്ട വലിയൊരു മൂല്യമാണ് ആർട്ട് ഓഫ് ലിസണിങ്, കേൾക്കാനുള്ള വലിയൊരു ശീലം. എങ്ങനെ ഈ കേൾവി എന്നൊരു കൃപ നമുക്ക് കിട്ടുന്നത്? അവിടെ പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരാളെ കേൾക്കണമെങ്കിൽ അയാൾ എനിക്ക് സ്നേഹം ഉണ്ടാകണം, ബഹുമാനം ഉണ്ടാകണം, ആ വ്യക്തിയോട് എനിക്കൊരു ആദരവ് ഉണ്ടാകണം, ഒരു റെസ്പെക്റ്റ് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴൊക്കെയോ എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് എന്നോട് ചെറിയ സ്നേഹം, ഒരു താല്പര്യമൊക്കെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് എല്ലാവരും ഒരു പ്രസംഗകന് ഓഡിയൻസ് ഉണ്ടാകുന്നത്, അദ്ദേഹത്തെ കേൾക്കാൻ ആളുണ്ടാവുന്നത് അയാളുടെ സ്നേഹവും അയാൾ പറയുന്നതിൻ്റെ എന്തെങ്കിലും കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഭാര്യയോടും ഭർത്താവോടൊക്കെ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവരുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഇച്ചിരി കുറവുണ്ടെന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഉറപ്പായിട്ടും ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് കേൾക്കാനുള്ളൊരു കൃപയുണ്ടോ, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്നേഹമുണ്ടോ എന്ന് ഞാൻ റീത്തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് കേൾക്കുന്നില്ല?
അതാണ് അതിനേക്കാൾ ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും അറിയാമോ? ഒന്ന് പറയുന്നത് സ്വീകരിക്കാൻ ഞാൻ കറക്ഷൻ സ്വീകരിക്കാൻ ഓപ്പൺ അല്ല. പലപ്പോഴും എന്നോട് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ചിലതെങ്കിലും എൻ്റെ കുറവുകളോ എൻ്റെ കുറ്റങ്ങളോ ഞാൻ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഐ എം ഓക്കെ, ഞാൻ ബെസ്റ്റാണ്, എനിക്ക് ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല, എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല എന്നൊരു ചിന്ത. ഈ രണ്ടും അപകടകരമായ ചിന്ത. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഫാമിലി ഒരു സിംഗിൾ യൂണിറ്റ് ഒക്കെ ആകുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അപകടമായ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഈ ലിസണിങ്ങിൽ തന്നെ ചുമ്മാ കേൾക്കാൻ ആർക്കും പറ്റും. ചുമ്മാ കേൾക്കുക എന്നുള്ളതല്ല, വിത്തൗട്ട് ജഡ്ജ്മെന്റ്, നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരാളെ കേട്ടോണ്ടിരിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ കേട്ടോണ്ടിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഭാര്യ പറയുന്ന ഓരോ സ്റ്റോറിയിലും നമ്മൾ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യും, അങ്ങനെ അല്ല ഇങ്ങനെ. നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് ആണ് ആവശ്യം. ഒട്ടും ജഡ്ജ്മെന്റ്സ് ഇല്ലാതെ, വിധിവാചകങ്ങളില്ലാതെ കേൾക്കാൻ പറ്റുക. ആ കേൾവിയിൽ ഹീലിംഗ് ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു ആർട്ട് ഓഫ് ലിസണിങ് ഭയങ്കര പൂറായ ഒരാളാണ്. ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഞാനപ്പോൾ സ്പിരിച്വൽ ഡയറക്ഷൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും കോഴ്സസ് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ചേർന്നപ്പോഴത്തേക്ക് എൻ്റെ മെൻറ്റർ എന്നിൽ കണ്ട ഏറ്റവും വലിയ ഡിഫക്റ്റ് ഇതായിരുന്നു. അച്ഛൻ എപ്പോഴും ഇൻ്ററപ്റ്റ് ചെയ്യും. ഒരു പേഷ്യൻ്റ് പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാടിക്കൊരു സൊല്യൂഷൻ പറയും. സൊല്യൂഷൻ ബോക്സ് അല്ല ആവശ്യം. നമ്മളൊക്കെ വിചാരിക്കും എല്ലാവർക്കും സൊല്യൂഷൻ അല്ല, കേട്ടാൽ മതി. പകല് ഒരു 99% കാര്യങ്ങൾ ഹീലിംഗ് കിട്ടും. കേൾവി, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ വലിയ ഉപദേശങ്ങൾ പ്രതീക്ഷിച്ചാണ് വരുന്നത് അല്ല, അവർക്ക് കേൾക്കാനുണ്ട്. അല്ലെങ്കിൽ കേൾവിയിലുള്ള ഹീലിംഗ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബെസ്റ്റ് കൗൺസിലർ, ദ ബെസ്റ്റ് ഹീലിംഗ് ഈസ് അറ്റ് ഹോം. ഒരു ഭാര്യ, നല്ലൊരു ഭാര്യയും ഭർത്താവാണ് ബെസ്റ്റ് കൗൺസിലർ, നല്ലൊരു ഹീലർ. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു ഹീലിംഗ് മിനിസ്ട്രി മസ്റ്റായിട്ട് ഈ ആർട്ട് ഓഫ് ലിസണിങ്ങിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. പകുതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 3/4 പ്രശ്നങ്ങളും അവിടെ തന്നെ ഹീൽഡായി. പ്രത്യേകിച്ച് ഈ കുറച്ച് വുമൺ സൈക്കോളജിയൊക്കെ ആണുങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊരു വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കി നടക്കണം. ഈ ഓഫീസിലെ മുഴുവൻ സ്ട്രെസ്സും സ്റ്റോറീസും എല്ലാം വൈകുന്നേരം വന്നിട്ട് ഭർത്താവിനോട് നോൺ സ്റ്റോപ്പായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കേൾക്കുമ്പോൾ ഭർത്താവ് ഇത് നോൺസെൻസ് സ്റ്റോറീസും ആയിരിക്കും പലപ്പോഴും പറയുന്നത്. അവിടെ നടന്ന സംഭവങ്ങളോ നിങ്ങൾക്ക് യാതൊരു പ്രയോജനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അവൾക്കൊരു ഹീലിംഗ് വേണം, ഭാര്യയ്ക്കൊരു ഹീലിംഗ് വേണം. അതുപോലെ തന്നെ ഭർത്താവ്, ജോലി കഴിഞ്ഞൊരു ഭർത്താവിന് സാധാരണയ്ക്ക് ആണുങ്ങൾ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കാറില്ല. അവിടെ ഭാര്യ ശ്രദ്ധിക്കണം, അവിടെ സ്റ്റോറികൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവിടെ സൈലൻസ് ആണ്, ആർട്ട് ഓഫ് സൈലൻസ്. ഇത് ഭയങ്കര ഒരു സർക്കിളാണ്, ആർട്ട് ഓഫ് സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് സൈലൻസ്. ഈ ഒരു സർക്കിള് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ പെർഫെക്റ്റ് ഹാപ്പി ഫാമിലി. പ്രത്യേകിച്ച് നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ ആ ദിവസങ്ങളിലുള്ള മനോഹരമായ ഒരു കലാപരമായിട്ടുണ്ടല്ലോ, ഹണിമൂൺ. ശരിക്കും എന്തിനാ ഈ പരമ്പരാഗതമായിട്ട് ഹണിമൂൺ എന്നൊക്കെ സെറ്റപ്പുള്ളത്? നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഭയങ്കര അടിപൊളി വലിയ സ്ഥലങ്ങൾ കാണാനുള്ള യാത്രയ്ക്ക് വേണ്ടിയാണെന്നോ? അത് നിങ്ങൾക്ക് പണ്ടേ കണ്ടുകൂടായിരുന്നു. അതല്ല, ഈ ഹണിമൂണിന് ശരിക്കൊരു മീനിങ് ഉണ്ട്. അതിന് സ്പിരിച്വാലിറ്റിയും ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. അതൊന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം. അതായത് ഈ ഹണിമൂണിന് വലിയ ബിഗ് പ്ലേസിൽ പോകുക എന്നുള്ളതല്ല, ഒരു ബിഗ് ടൈം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാൻ, പരസ്പരം കേൾക്കാൻ, പരസ്പരം അറിയാൻ. അതുകൊണ്ട് തന്നെ ഹണിമൂൺ കൊണ്ട് നിർത്തരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ യാത്ര പോകണം. ചെറുതും വലുതുമായ യാത്ര, വലിയ വലിയ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതല്ല, വലിയ സമയം ചെലവഴിക്കുക എന്നുള്ള, മറ്റാരുമില്ലാതെ നല്ല ക്വാളിറ്റി ടൈം. എനിക്ക് അത് നിങ്ങൾ ഫാമിലി ടൈം എന്ന് നമുക്ക് ടൈറ്റിൽ ചെയ്യാം. ഫാമിലി ടൈം അത് ഉറപ്പായിട്ട് വീട്ടിൽ വേണം. കേൾക്കാനുള്ള സമയം അത് യാത്ര തന്നെ വേണം, നിർബന്ധമൊന്നും. ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചിലപ്പോൾ എല്ലാ ദിവസവും, ചില ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഫാമിലി ടൈം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ജോർജ് ഗ്ലോറിയ ചേട്ടൻ, നമ്മുടെ സ്ഥിരം വരുന്ന ചേട്ടനാണല്ലോ വിശുദ്ധ വീതിയിലും, ചേട്ടൻ പറഞ്ഞൊരു സാധനം, ഫാമിലി പാർലമെന്റ്, സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫാമിലി പാർലമെന്റ്, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒക്കെ അവർ അഭിപ്രായവും ഒക്കെ പറയാനുള്ള സമയം എല്ലാവരും കേട്ടിരിക്കും, വിത്തൗട്ട് ജഡ്ജ്മെന്റ്സ്. അത് അവരുടെ അവകാശം കൂടിയാണ്. അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സും ജസ്റ്റേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയിൽ തന്നെ എത്ര മനോഹരമായിട്ടൊരു ആർട്ട് ഓഫ് ലിസണിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഈ ആർട്ട് ഓഫ് ലിസണിങ് ഇല്ലെങ്കിൽ, ഇപ്പോൾ ഭാര്യ നിങ്ങളുടെ ഭർത്താവിനോട് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നു, ഒന്നും ലിസൺ ചെയ്യുന്നില്ല, മറിച്ച് എല്ലാത്തിനും ഉത്തരങ്ങളും സൊല്യൂഷൻസും കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഒട്ടും തന്നെ ക്ഷമയില്ലാതെ പെരുമാറുന്നു, എന്ത് സംഭവിക്കും? ആദ്യകാലത്ത് ഇങ്ങനെ തന്നെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയാനേ വരത്തില്ല. അവിടെ സംസാരം ബ്രേക്കാവും. അവിടെ സംസാരങ്ങൾ ഇതാണല്ലോ നമ്മൾ പറയുന്ന പഴയ നിയമത്തിൽ അവരുടെ ഭാഷ ചിതറിക്കപ്പെട്ടു പോയി. അവർ പിന്നീട് പറഞ്ഞത് പരസ്പരം മനസ്സിലായില്ല. സാത്താന് ഇടം കൊടുക്കുകയാണ്, ഭാഷ ചിതറിക്കപ്പെടുകയാണ്, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ. പല പ്രശ്നങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, അവർ പിന്നെ നിങ്ങളൊന്നും തുറന്നു പറയാതാവും.
നിങ്ങളൊരു ഗ്യാപ്പ് വിടും. ഈ ഗ്യാപ്പിൽ സാത്താൻ കയറി കളിക്കും. ഇവിടെയാണ് അകൽച്ചകളുടെ ആരംഭം ഉണ്ടാവുന്നത്. കേൾക്കാൻ പറ്റാത്ത കുടുംബങ്ങളിൽ സാത്താൻ കയറി കളിക്കുകയും സാത്താൻ കേൾക്കുകയും സാത്താൻ മറുപടി കൊടുക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും പറയാറുള്ള ഈ ഒരു ഫാമിലിയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ, ദാമ്പത്തിക അവിശ്വസ്തത അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ, ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും ദാമ്പത്തിക അവിശ്വസ്തത എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ശരീരത്തിന്റെ ചോദനയോ അല്ലെങ്കിൽ ഒരു ലൈംഗിക തൃഷ്ണ കൊണ്ട് ഓടി നടക്കും. നോ, അതൊക്കെ അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം എന്താ, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ, ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാൾ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാൾ. ഈ വ്യക്തി ഈ വീട്ടിലില്ലെങ്കിൽ പുറത്തു തപ്പിപ്പോവും. അവിടെയാണ് ഈ ദാമ്പത്തിക അവിശ്വസ്തതകൾ ഉടലെടുത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ, ഭാര്യമാർക്ക് സമയം കൊടുക്കണം നിങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ സമയങ്ങളിൽ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സമയമാണ് ഒരു മിഡിൽ ഏജ്. ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അവരുടെ ഹോർമോൺ ഡിഫറൻസ് ഒക്കെ വന്ന് മെനപ്പോസിസ് പോലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്ന ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ അവർ കൂടുതലായിട്ട് കെയറും സംസാരിക്കാനുള്ള സമയവും നിങ്ങളുടെ പേഴ്സണൽ ടച്ചും നിങ്ങളുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു വാംതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികവും പ്രത്യേകിച്ച് ഈ ഒരു ദാമ്പത്തിക അവിശ്വസ്തകളുടെ ലോകമൊക്കെ ഉണ്ടാകുന്നത് വിവാഹ ജീവിതത്തിന് ആദ്യ സമയങ്ങളിലല്ല, കുറച്ചാൾ ശേഷം. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജിലേക്കൊക്കെ വരുന്ന സമയങ്ങളിലെ, ഒരു മിഡിൽ ഏജ് ക്രൈസിസിന്റെ സമയങ്ങളിലൊക്കെ കേൾക്കപ്പെടാൻ ആളില്ലാത്തതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് കേൾക്കാൻ സമയം കണ്ടെത്തുക. ഈ കേൾക്കാൻ സമയം തരുന്ന കുടുംബങ്ങൾ, ഫാമിലി ടൈം ഉള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇച്ചിരി കെയർഫുൾ ആയിട്ട് സംസാരിക്കണം. എപ്പോഴും ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും, നമുക്കറിയാലോ, സംസാരിച്ച് തുടങ്ങുന്ന ആദ്യകാലങ്ങൾ തന്നെ അറിയാലോ, ഈ ടോപ്പിക്കുകൾ ഭർത്താവ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ഈ ടോപ്പിക്കുകൾ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഈ ടോപ്പിക്കുകൾ മക്കളുടെ മുമ്പിൽ ഇതൊരു പ്രൂഡൻസ് എന്ന് പറയും. പ്രൂഡൻസ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ്. അത് ചോദിച്ചു വാങ്ങണം. പ്രൂഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം അവിടെ തന്നെ കട്ടായി പോകും. ഇതൊരു മക്കൾക്കും ഉണ്ട്. ഭാര്യ ഭർത്താവ് മാത്രമല്ല കേട്ടോ, മക്കൾക്കും കേൾക്കാൻ സമയം കൊടുക്കണം. പ്രിയപ്പെട്ടവർ, നമ്മൾ വിചാരിക്കും മക്കൾക്കൊക്കെ എന്ത് പറയാനാ. ഒരു പൊടി കുഞ്ഞിന് മുതൽ വലുതായ ഒരു കുട്ടിക്ക് വരെ എത്ര കാര്യങ്ങളുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്തൊക്കെ എന്തുമാത്രം പ്രഷേഴ്സ് അവർക്ക് കടന്നു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളതല്ലേ, എന്ത് പ്രശ്നം? നോ, ഓരോ ഏജിനും അവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പറയാൻ ഇതൊക്കെയാണ് നമ്മൾ ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി മോശം ബന്ധങ്ങളിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. വീട്ടിൽ കേൾക്കാൻ ആളില്ല, അതുകൊണ്ട് കേൾക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവർ പോവും. പ്രിയപ്പെട്ടവരെ, കുടുംബം കേൾക്കുന്നിടമാകട്ടെ. ഒരു കുമ്പസാരക്കൂട് പോലെ, എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കുമ്പസാരക്കൂട് പോലെ കുടുംബം കേൾക്കുന്ന ഇടമാകട്ടെ. വിത്തൗട്ട് ജഡ്ജ്മെന്റ്, നോൺ ജഡ്ജ്മെന്റലായിട്ട് കേൾക്കുന്ന, കരുണ ഒഴുക്കുന്ന ഇടം. ഇതിനൊക്കെ ഏറ്റവും നല്ല ഉദാഹരണവും മാതൃകയൊക്കെ ഈശോ തന്നെ കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ലിസണർ. ഏറ്റവും നല്ല ഉദാഹരണം സമരിയാക്കാരുടെ ഉദാഹരണമല്ലേ. സമരിയാക്കാരി വെള്ളം കോരാൻ പോയ സമരിയാക്കാരി, ഈശോ എത്ര നട്ടുച്ചയ്ക്ക് അവളെ കേട്ടിട്ട് അവൾ പറഞ്ഞ സ്റ്റോറി മുഴുവൻ, അതും ഒട്ടും ജഡ്ജ്മെന്റ്സ്. ഈശോയ്ക്ക് അറിയാം അവൾക്ക് 5-6 ഭർത്താക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൾ, അവളുടെ കൂടെ ഉള്ളവളൊന്നും അല്ല. ഒരു വിധിഭാജവും പറയാതെ അവൾ പറഞ്ഞ മുഴുവൻ അവൻ കേട്ടിരുന്നു. എല്ലാത്തിനും ഒടുക്കും 1-2 വാക്കുകൾ മാത്രം പറഞ്ഞു. അത് അവളുടെ ജീവിതത്തെ മുഴുവൻ സമ്പന്നമാക്കാൻ, ആശ്വസിപ്പിക്കാൻ തക്കതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോയെ പോലെ ആവാൻ ശ്രമിക്കണം. 2, എന്നെ ആരും കേൾക്കുന്നില്ല എന്ന പരാതികൾ നിങ്ങൾ കുമിഞ്ഞുകൂടിയെങ്കിൽ കർത്താവിലേക്ക് പോകണം. അവൻ കേട്ടിരിക്കും. നിങ്ങൾ ഒരു വിധിവാചകവും പറയാതെ, നിങ്ങളെ കുറ്റപ്പെടുത്താതെ എല്ലാം കേട്ടിരിക്കും. പ്രത്യേകിച്ച് എണ്ണിപ്പറക്കലുകളൊക്കെ പറയാൻ ഏറ്റവും നല്ല സ്ഥലം കർത്താവ് തന്നെയാകട്ടോ, ഭർത്താവല്ല. കർത്താവ് തന്നെയാണ് ബെസ്റ്റ് പേഴ്സൺ. എണ്ണിപ്പറക്കലുകളൊക്കെ കേൾക്കാൻ അവൻ ക്ഷമയോടെ കേട്ടിരിക്കും. അവസാനം അവൻ 1-2 വാക്കുകൾ പറയും, ഒരു തഴുകലും. അത് മതി നീ സുഖം പ്രാപിക്കാൻ. ഇതിൻ്റെ ഒരു മറുപുറം കൂടി ഉണ്ട് കേട്ടോ. ദൈവത്തെയും നിങ്ങൾ കേൾക്കണം. ദമ്പതിമാർ ശീലിക്കേണ്ട 1-ാം പാഠം അതാണ്, ദൈവത്തെ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവഹിത അറിയുന്നത് എങ്ങനെയാണ്? 1, നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തെ കേൾക്കുമ്പോൾ. 2, ദൈവഹിത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ദൈവം തന്ന നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം കടന്നു വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അത് മിക്കവാറും സംസാരിക്കപ്പെടുന്നത് നിങ്ങളുടെ ഭാര്യയിലൂടെയോ ഭർത്താവിലൂടെ ആയിരിക്കും. അവരെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല, മറിച്ച് തെറ്റായ ഡിസിഷൻ എടുക്കുകയും ചെയ്യും. അതാണ് ഈ ആർട്ട് ഓഫ് ലിസണിങ്ങിൻ്റെ വലിയൊരു മേഖല. ആർട്ട് ഓഫ് സ്പീക്കിംഗ്, ആർട്ട് ഓഫ് ലിസണിങ് ആൻഡ് ആർട്ട് ഓഫ് സൈലൻസ്. ആദ്യം ദൈവത്തെ കേൾക്കുക. ആ ദൈവത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളെ കേൾക്കാൻ പഠിച്ചുകൊള്ളും. നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന്, കുടുംബം ഒന്ന് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് തന്ന എൻ്റെ ദമ്പതിയെ, എൻ്റെ ഭാര്യയെ, ഭർത്താവിനെ, എൻ്റെ കുഞ്ഞിനെയൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പരസ്പരം കേൾക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആദ്യം നിന്നെ കേൾക്കാൻ, പിന്നെ എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ കേൾക്കാനുള്ള കൃപ തരണമേ. അതിനുള്ള സമയം കൊടുക്കാനുള്ള കൃപ തരണമേ. അതിനുള്ള എളിമ എനിക്ക് തരണമേ. അതിനുള്ള ഓപ്പൺനെസ് എനിക്ക് തരണമേ. ഈശോയെ, എപ്പോഴെങ്കിലും കേൾക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ നീ എനിക്ക് തന്ന പ്രിയൻ, എൻ്റെ പ്രിയ
മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾക്ക് ഞാൻ സമയം കൊടുക്കാതിരുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, അതുമൂലം അവർക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഞങ്ങൾ പരസ്പരം കേൾക്കാതിരുന്നുകൊണ്ട് സാത്താൻ കയറി കളിച്ച എല്ലാ മേഖലകളെയും തമ്പുരാൻ നിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സാത്താനെ ഈ നിമിഷം ആട്ടിപ്പായിക്കണമേ. സാത്താൻ ഇടം കൊടുക്കാത്ത കുടുംബമായിട്ട് ഞങ്ങൾ മാറട്ടെ. ഞങ്ങൾ നിന്നെ കേൾക്കുന്ന കുടുംബമായിട്ട് മാറട്ടെ. സാത്താൻ ഔട്ടായിരിക്കട്ടെ എപ്പോഴും. പരിശുദ്ധാത്മാവേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് ഈ ഒരു കൃപ ഈ രാത്രിയിൽ വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛ. അച്ഛൻ്റെയും കൂടെ കണ്ടന്റ് ഇതിൽ കയറിയപ്പോൾ കംപ്ലീറ്റ് ആയി. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാ കപ്പിൾസിനും, പ്രത്യേകിച്ച് ന്യൂലി വെഡഡ് കപ്പിൾസിന് ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടുന്ന നമ്പർ 0484-255-9313 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsarmy.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അൺടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി.